എവ്രിവൺ, പ്രോഗ്രാമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് 10th പ്രിലിംസ് സ്റ്റേജ് 3യുടെ ആൻസർ കീ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ 10th പ്രിലിംസിൻ്റെ മാത്രം PYQs ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു ഇതിനകത്ത്. അത്രയും ബാക്കി 2 സ്റ്റേജസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വളരെയധികം കുറവായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ഈസി ആയിട്ടുള്ളൊരു GK പോർഷനൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മാക്സിമം എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ, ആ ഒരു ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് സ്റ്റേജ് 3 എഴുതിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സാം എന്നുള്ളതൊന്നും കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ എക്സാം ഹാളിലുള്ള ഒരു മാനസികാവസ്ഥ ഡിഫറെൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ആൻസേഴ്സ് നോക്കി പോകാം. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1863 ഓഗസ്റ്റ് 28 ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണോ? വൈക്കത്താണ് കേട്ടോ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മഹാദേവ് ഗോവിന്ദ റാണഡെയാണ്. ബാക്കി എല്ലാവരും കേരളത്തിലുള്ള നവോത്ഥാന നായകരായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം ഓപ്ഷൻ സി വരാനാണ് സാധ്യത. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, KM പണിക്കർ. അപ്പം നെഗറ്റീവ് വരുത്താതെ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളവർക്ക് അത്യാവശ്യം നല്ല സ്കോർ തന്നെ ചെയ്യാൻ പറ്റും. 80+ ഒക്കെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു കേട്ടോ ഇത്. നെഗറ്റീവ് നിങ്ങൾ വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വക ഈസി ആയിട്ടുള്ള ഒരു എക്സാംസിൽ ഏറ്റവും അധികം വില്ലനായിട്ട് വരുന്നത് നെഗറ്റീവ് മാർക്കാണ്. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ്സ് എത്രത്തോളം നിങ്ങൾ കുറച്ച് എഴുതിയിട്ടുണ്ടോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ സ്കോർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. തന്നിരിക്കുന്നതിൽ എൻ്റെ ജീവിത കഥ ആരുടേതാണെന്ന് അറിയാമെങ്കിൽ പോലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ബാക്കി 2 നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ജീവിത കഥ എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ ജീവിത കഥ ആരുടെ ആത്മകഥയാണെന്ന് അറിയാമെങ്കിൽ ആൻസറിലേക്ക് എത്താം. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, AK ഗോപാലൻ. ഇനി ഗാന്ധിജിയും അരാജകത്വവും, ആൻസർ വരുന്നത് ആരാണ്? എഴുതിയത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫത്ഹദൽ മുബീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന അറബി കാവ്യത്തെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവന ശരിയായവ ഏതെല്ലാം? നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോഴത്തേക്ക് ഒരു ഫ്ലോയിൽ വായിക്കുകയാണെങ്കിൽ ഫത്തുൽ മുബീൻ ആണെന്ന് നമുക്ക് തോന്നും. ഖാസി മുഹമ്മദ് ആണ് എഴുതിയത്. അതുപോലെ സാമൂദ്രി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് കേട്ടോ. 17ാമല്ല 16ാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. SCRTയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടല്ല, നമ്മുടെ ശാലിയം കോട്ട പിടിച്ചെടുത്തതിനെ പറ്റിയിട്ടുള്ള പ്രകീർത്തിച്ചുകൊണ്ടുള്ള എഴുതിയ കാവ്യമാണെന്നെല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വടകര. ഇനി ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ദർസാർ സാഹിബ്. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അയ്യത്താൻ ഗോപാലിനെയാണ് ദർസാർ സാഹിബ് എന്ന് അറിയപ്പെടുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ GP പിള്ള ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലയാളി മെമ്മോറിയലുമായിട്ട്. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിലെ നേതാക്കളിൽ പെടാത്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പനമ്പള്ളി ഗോവിന്ദ മേനൻ, ഇക്കണ്ട വാര്യർ, S നീലകണ്ഠ അയ്യർ, ഇവരെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷൺമുഖ ഷെട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല കേട്ടോ. ഇതെല്ലാം SCRTയിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ നമുക്ക്. 12ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന രൂപീകരണവുമായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തോട് വിട്ടു കൊടുത്തിരുന്നു. ഇതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, അഗസ്തീശ്വരം വിളവൻകോട് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ തമിഴ്നാട്ടിലോട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹോസ്ദുർഗ് താലൂക്ക് കർണാടകത്തിന് വിട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞ് SCRTയിലെ ലാസ്റ്റ് ആ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലം. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ജീവിതശൈലി രോഗം അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹീമോഫീലിയ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, റേച്ചൽ കാഴ്സൺ ആണ് കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം PSCയുടെ ആൻസർ പ്രകാരം പെരിയാർ ഒരു വന്യജീവി സങ്കേതം മാത്രമാണ്, നാഷണൽ പാർക്കായിട്ട് കണക്കാക്കിയിട്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതെന്നാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ഇനാമൽ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്?
ആൻസർ ഓപ്ഷൻ സി ആണ് ലിംഫോസൈറ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, കരളിലാണ്. കേരള കർഷക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിനം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2023. ഇതെല്ലാം ഇപ്പോൾ വീണ്ടും SCRT അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള പോയിന്റുകളും കൂടിയാണ് കേട്ടോ. സർക്കാർ പൊതുജന ആരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യക്ഷേമ പദ്ധതി പ്രകാരം ദാരിദ്ര്യവും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 5 ലക്ഷം. ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് 2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സ് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അറിയാമെന്നുണ്ടെങ്കിൽ ഉത്തരം എഴുതുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് നെഗറ്റീവ് കുറയ്ക്കുകയാണ് ഇവിടെ വേണ്ടത് കേട്ടോ. ഇത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി, തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നവയിൽ 2, 3 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ദർപ്പണം എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വസ്തുവിനേക്കാൾ വലുതും മിഥ്യ നിവർന്നത് എന്നുള്ളതാണ്. ഇത് കറക്റ്റായിട്ട് പഠിച്ച് അത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ, നിങ്ങൾ റിവൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്. ഇത് PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് പ്രിലിംസിന്. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. അപ്പോൾ പെട്ടെന്നൊരു ധൃതിയിൽ ആൻസർ പോയി തെറ്റിച്ച് കളയരുത് കേട്ടോ ഇതൊക്കെ. ഇനി ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിലിൽ പ്രകാരം ഡാഷ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 310 കെൽവിൻ ആണ് കേട്ടോ. അപ്പോൾ 3-4 വാല്യൂസ് ഈ ഒരു ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് പഠിച്ചവർക്കൊന്നും ചെയ്ത് നോക്കുക പോലും ഇല്ലാതെ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ ചെയ്ത് കണ്ടുപിടിച്ചെടുക്കാവുന്നതുമാണ്. ഇനി ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, U² = V² - 2AS ആണ്. ചെറിയ മിസ്റ്റേക്കുകളാണ് ബാക്കിയുള്ള സമവാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നന്നായിട്ട് നല്ല പഠിച്ചിട്ടുള്ളവർക്ക് എഴുതാനായിട്ട് സാധിക്കുമായിരുന്നു. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, രാസോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുകയാണ്. അപ്പോൾ നമുക്ക് EMS എന്നും ഉള്ളൊരു കോഡൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഭൂമിക്കും സൂര്യനും ഇടയിൽ ആര് വരുന്നു? ചന്ദ്രൻ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി അടുത്തത്, ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ദ്വ ആറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം 1ാമത്തെ ഓപ്ഷൻ ശരിയാണ്, അതുപോലെ തന്നെ 3ാമത്തതും ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ 1, 3 ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. അതിന് പകരം തന്നിരിക്കുന്നത് എന്താണ്? 2 മാത്രമാണ് തെറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ഇനി തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കറക്റ്റായിട്ട് വായിച്ചു നോക്കി ഉത്തരം എഴുതുക കേട്ടോ. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത അറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓക്സിജൻ ആണ് 8 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ ഉള്ളത്. ഇനി മാത്സിന്റെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ മാത്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ പാടൊന്നുമില്ല, നമുക്ക് ആ ഒരു സമയക്രമത്തിൽ തന്നെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ആൻസേഴ്സ് മാത്രം നമുക്കിവിടെ പറഞ്ഞു പോകാം. 33ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 17 ആണ് കേട്ടോ. 34, 36 2/6² എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 36 ആണ് വരുന്നത്. 35ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 0.666 എന്ന് പറയുന്നത്. പോയിന്റ് ഇട്ട് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ ആ നമ്പറെ /9 എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. പിന്നെ അതിനൊരു റൂട്ടും ഉണ്ടാവും. പിന്നെ അത് പുറത്തെടുക്കുമ്പോഴത്തേക്ക് എന്താണ് 2/3 എന്ന് പറയുന്ന ഇതിൽ വരും. അപ്പോൾ 2/3 ഉള്ള ആൻസർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 0.666 എന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനി 36ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, 36ന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 37ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതുപോലെ 38ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 39 എന്ന് പറയുന്ന ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് 1344 രൂപ, ഓപ്ഷൻ സി ആണ് ആൻസർ. 40ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ബി, 37/16. 41ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഓപ്ഷൻ സി ആണ്, 47 ആണ്. 42ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 315. 43ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, NEHTGB എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 44ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 31. 45ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 730. അതുപോലെ 46ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരമായിട്ട് 196 എഴുതാം.
196 ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് 196 പറയാം. അല്ലാതെ തന്നെ നമുക്ക് എന്താണ് മൾട്ടിപ്പിളിൻ്റെ കേസസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ മേ ബി ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. 23 ആൻസർ വരുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1/6 എന്ന് പറയുന്നു. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 13 മീറ്റർ ആണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി തിയേറ്റർ ആണ്. 51 റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, അമ്മാവൻ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 19 ആൻസർ എ ആണ് ഓപ്ഷനായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കി GK ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ മാത്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. 19-20 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തവർ കാണും. ഇല്ലെങ്കിൽ ഒരു 18 റേഞ്ചിലൊക്കെ എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? SCRT ഫാക്ട് ആണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ DS കോത്താരി. ലോകമെമ്പാടും മനുഷ്യ അവകാശ ദിനമായി ആചരിക്കുന്നത് എന്നതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, മെറ്റേർണിക്കിന്റെ ആണ് കേട്ടോ. ഇനി 56 കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കുരുളി ചേകോൻ. അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, കൊല്ലം. 58 ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യൻ സമയം എത്രയാണ്? അപ്പോൾ എത്രയാ? 5.5 മണിക്കൂർ കൂട്ടുക. അപ്പോൾ 2 PM-നോട് 5.5 മണിക്കൂർ കൂട്ടുമ്പോൾ എത്രയാണ്? 7.5 PM ആണ് ആൻസർ വരുന്നത്. ഇനി 59 താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്കണോമിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. ശരിയാണ്. പൊതുകടം, പൊതുചിലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത്. ശരിയാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. കറക്റ്റാണ്. അപ്പോൾ ഇവയെല്ലാം എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 61. 61ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ് പ്രായം എന്ത് ചെയ്തത്? 21 നിന്ന് 18 ആക്കിയത്. 61 വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നെയ്യാറ്റിൻകരയിലാണ് കേട്ടോ. ഇനി 68 മൺസൂൺ മഴയെ ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. 65 ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കവും ചെന്നതുമായ ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമി കേട്ടോ. ഏറ്റവും പഴക്കം ചെന്നത് എന്ന് വെച്ച് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ദേശീയ ജലപാത 3. അതുപോലെ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഏത് ഭൂവിഭാഗമാണ്? ഉത്തരമഹാസമതലം. ഇതൊക്കെ റിപ്പീറ്റഡ് ആ ക്വസ്റ്റ്യൻ ആണ്. എത്ര വട്ടം PSC റിപ്പീറ്റ് ചെയ്തു തന്നെ PSCക്ക് തന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂപ്രതലത്തിൽ നിന്നുമുള്ള ചിത്രങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഭൂതല ഛായാഗ്രഹണം എന്നാണ് വേണ്ടത്. ഹായാഗ്രഹണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അക്ഷര തെറ്റുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഏറ്റവും തെക്കേ അറ്റത്താണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ദിര പോയിന്റ് ആണ് കേട്ടോ. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക എന്നാണ്. ആക്ച്വലി നമ്മൾ പറയുമ്പോൾ ഈ 4 ഘടകങ്ങളും സ്വാധീനിക്കും. നമ്മൾ ഒരു പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് പറയുമ്പോൾ പശ്ചിമ അസ്വസ്ഥത നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം സ്വാധീനിക്കാത്ത ഘടകമായി ചോദിക്കുമ്പോൾ നമുക്ക് മിക്കവാറും ഈ ഒരു ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരാൻ സാധ്യത. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഇനി പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? താരതമ്യേന വീതി കുറവാണ്. ശരിയാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകത, കിഴക്കൻ തീരസമതലമാണിത്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ശരിയാണ്. വീതി താരതമ്യേന കൂടുതലാണ്. ഓൾറെഡി പറഞ്ഞു വീതി താരതമ്യേന കുറവാണ്. അപ്പൊ ആൻസർ വരുന്നത് 1, 3 ശരിയായിട്ടുള്ളത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പൊ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്നാണ് തന്നിരിക്കുന്നതിൽ? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, കാഞ്ചൻജംഗ. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബി അല്ലാന്ന് മനസ്സിലായി. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടി പ്രതിഷ്ഠയുമായിട്ട് നമുക്ക് അയ്യങ്കാളിയായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള
പ്രസ്താവനയാണ്. അപ്പോൾ 2 ഉള്ള ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ എ ആണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതിൽ ബാധിച്ചു. അത് അദ്ദേഹം പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട അയ്യങ്കാളി ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിരുന്നാൽ നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, 2 മാത്രം കേട്ടോ. ഇനി തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണെന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1949 ജൂലൈ 1-നാണ്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? അപ്പം 1917 ഗാന്ധിജിയുടെ നീല സമരം എവിടെയാണ് നടന്നത്? ചമ്പാരനിലാണ് നടന്നത്. ഇനി 76 ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ജൊനാഥൻ ഡങ്കൻ. ഇതെല്ലാം നമുക്ക് SRT തന്നെ കിട്ടും കേട്ടോ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുക, അതുപോലെ പ്രവിശ്യകളുടെ ദ്വിഭരണം അവസാനിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുക ശരിയാണ്, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക എന്നതും ശരിയാണ്. അപ്പം ദ്വിഭരണം അവസാനിപ്പിക്കുക എന്നുള്ളത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്, 2 മാത്രമാണ് കേട്ടോ. ഇനി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പശ്ചിമ ബംഗാൾ. അപ്പോൾ ഈ കഴിഞ്ഞ 3 സ്റ്റേജസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്ന പദ്ധതികളും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻ ക്യാങ്ങിനാണ് ലഭിച്ചത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമ്മൾ സ്വത്തവകാശത്തെ പറ്റിയിട്ട് തിരക്കുക. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? കടമകളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, സോവിയറ്റ് യൂണിയൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ദേശീയഗാന ജനഗണമന ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്, തെറ്റാണ്. 52 സെക്കൻഡാണ് വരുന്നത്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ് കൊടുത്തിരിക്കുന്നത്. മാലിനി ചൗധരി അല്ല, സരളാദേവി ചൗധരാണിയാണ് ആലപിച്ചിട്ടുണ്ടായിരുന്നത്. 1911 തന്നെയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് തന്നെ വായിക്കാൻ ശ്രമിക്കുക. 2ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് കേട്ടോ. നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നൊബേൽ സമ്മാന ജേതാവായ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ഇതും തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. അപ്പം പകുതി ശരി പകുതി തെറ്റു എന്നുള്ള രീതിക്കാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അത് വായിച്ച് നോക്കി മനസ്സിലാക്കി ഉത്തരം എഴുതിയെങ്കിൽ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ശരിയായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 87 താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ാമത്തെ പ്രസ്താവന 1993 പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി 3 വർഷമോ 65 വയസ്സ് തികയുന്നവരെയോ ഏതാണോ നേരത്തെ ഉള്ളത് ആയിരിക്കും. അതാണ് 65 അല്ല 70 വയസ്സെന്ന് പറയുന്നത്. അപ്പൊ 2ാമത്തെ പ്രസ്താവന തെറ്റാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആൻസർ 1, 3 ഇവിടുത്തെ ശരിയെന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തൊരു ചേരുംപടി ചേർക്കുകയാണ് 88ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. തൊട്ടുകൂടായ്മ നിരോധിക്കൽ. ആൻസർ ഏത് വരും? ഓപ്ഷൻ 4 വരും. വകുപ്പ് 17 വരും. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ഏതാണ്? ആർട്ടിക്കിൾ 21 അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വകുപ്പ് 32. ഇപ്പൊ ഏത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് 1ാമത്തെ ഓപ്ഷനാണ് കേട്ടോ. A4, B1, C2, D എന്ന് പറയുന്നത് 3. അപ്പം കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ട് എഴുതാനായിട്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫസൽ അലിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 90ാമത്തെ ക്വസ്റ്റ്യൻ. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അവ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കുക. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, മാൻഡമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഗീതമാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി.
92 ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ സി ആണ് 22. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? രാജ്യസഭാ സീറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കിഴക്കോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സി ആണ് 3 എണ്ണമാണ് ഒഴുകുന്നത്. കേരളത്തിൽ ഏറ്റവും വലിയ ജലസേവന എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ജലസേചനം എന്നാണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കല്ലട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാടാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാനാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെയധികം കുറവാണ് ഇതിനകത്ത്. അതും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതെല്ലാം അത്യാവശ്യം എഴുതാനായിട്ട് സാധിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കഴിഞ്ഞ 2 പ്രിലിംസിലെ ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ച് റെഫർ ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നെഗറ്റീവ് ഒക്കെ മാർക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് മാർക്കൊക്കെ കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 85 എബോവ് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാനായിട്ട് ഇതിനകത്ത് സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് അക്ഷരത്തിൽ 4 ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡിലീഷൻ പോകാനുള്ള സാധ്യതയും ചിലപ്പോൾ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഡിലീഷൻ കമ്പാരിറ്റീവ്ലി കൂടുതൽ വരാനുള്ള സാധ്യത ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മാർക്കിനെ എഫക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കട്ട് ഓഫ് എന്ന് പറയാനായിട്ട് നമുക്കൊരു 75 എബവ് മാർക്ക് വാങ്ങിച്ചിട്ടുള്ളവരെല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ 75 എന്ന് പറയുന്ന മാർക്ക് നമ്മൾ ആ ഒരു എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ടാണ് നമ്മളൊരു 75 എത്തിയിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം അതിലും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി വരുന്ന സ്റ്റേജുകാർ കറക്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം എക്സാമിന് പോവുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈസിനെസ്സും ടഫ്നെസ്സും ഒക്കെ അനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ 3 സ്റ്റേജസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു സ്റ്റേജ് 3 എന്ന് പറയുന്നത്. ഇതിനൊരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ബാക്കി 2 സ്റ്റേജുകാർക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കട്ട് ഓഫ് മൊത്തത്തിലാണ് നമുക്ക് ഓരോ സ്റ്റേജ് വൈസ് അല്ല നമുക്ക് കട്ട് ഓഫ് വരുന്നത്. അപ്പം മൊത്തത്തിലാണ് നമുക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഒന്നാമത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമും കൂടിയാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു മാർക്കായിരിക്കും നമുക്ക് കട്ട് ഓഫിന് വരിക. അപ്പം അത് ബാക്കിയുള്ള സ്റ്റേജുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു ഈസിനെസ് കാരണം. അപ്പം നമുക്ക് നോർമലൈസേഷൻ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നോക്കാം. അപ്പം എല്ലാ സ്റ്റേജസും കഴിഞ്ഞിട്ട് നമുക്കൊരു കറക്റ്റായിട്ട് ഒരു ഏത് റേഞ്ചിലുള്ളവരെല്ലാം സേഫ് ആയിരിക്കും എന്നുള്ളത് പറയാം കേട്ടോ. അപ്പം ഈ ഒരു എക്സാമിന് നിങ്ങൾ 75 എബോവ് വാങ്ങിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. അപ്പം ഇത്രയാണ് നിങ്ങളോട് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.